ചേട്ടാ ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു അവാർഡ് ദാന ചടങ്ങിൽ നമ്മൾ തുടക്കം കുറിക്കുമ്പോ മനോഹരമായ ഒരു സ്റ്റേജ്, നല്ല ലൈറ്റിംഗ്, നല്ല സൗണ്ട്, മനോഹരമായ സ്പോൺസേഴ്സ്, അവരുടെയൊക്കെ പേര് മനോഹരമായ ശബ്ദത്തിൽ അനൗൺസ് ചെയ്തുകൊണ്ട് ബ്യൂട്ടിഫുൾ ആയ ഒരു പെൺകുടി ആ സ്റ്റെപ്പ് മന്ദം 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 ഇറങ്ങി ഈ സ്റ്റേജിലേക്ക് വന്ന് ഒച്ചയിൽ ആൾക്കാരെ വിളിച്ചു കൂവി ആകർഷിച്ച് അവരുടെ ഫുൾ കോൺസെൻട്രേഷൻ ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ വന്നതിന് ശേഷമല്ലേ നിങ്ങൾ ആഫ്റ്റർ 1 by 1 വരുന്നുള്ളൂ. അത് ശരിയാ. അതെന്താന്ന് രഞ്ജിനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ഒരു യുദ്ധം ഉണ്ടാവുമ്പോ ആദ്യം കഴുതകളെ വിടുള്ളൂ, അത് കഴിഞ്ഞ് കുതിരകളെ വിടും, അത് കഴിഞ്ഞ് ആൾക്കാരെ വിടും, അത് കഴിഞ്ഞിട്ടാണ് രാജാക്കന്മാരൊക്കെ വരുന്നത്. അതെ, ഈ രാജാവ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രാജാവ് ഉദ്ദേശിച്ച ആരാണെന്ന് നോക്കിയാൽ താങ്കളാണോ? അതെ, ഇദ്ദേഹത്തെയാണ് രാജാവ് എന്ന് ഉദ്ദേശിച്ചത്. ബെസ്റ്റ് ഒരു ആങ്കർ ആയിട്ട് വരുമ്പോ അല്ലെങ്കിൽ രാജാവ് എന്ന് പറയുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു 5 അടിയെങ്കിലും പൊക്കം വേണം. ഇത് 2.5 അടി പൊക്കം. ആ ഡ്രസ്സ് നോക്കി ഇപ്പൊ ആകെ കോട്ടിടുന്ന 2 വ്യക്തികളെ എനിക്കറിയാൻ പാടുള്ളൂ. ഒന്ന് സന്തോഷ് പണ്ഡിറ്റും, ഒന്ന് ധർമ്മജനും. സുരാജേട്ടനെ വിടും. അത് ഈ കൂട്ടത്തിൽ കൂട്ടണോ? ഇൻസൈഡിലേക്ക് നോക്കി പഴംപൊരിക്ക് റബ്ബർ ബാൻഡ് ഇട്ട പോലെ ഇല്ലേ? അതെ, നിങ്ങൾ അങ്ങനെ വലിയ കളിയാക്കിയൊന്നും വേണ്ട. ഈ കൊച്ചിനെ ഞാൻ വെറുതെ വിടുന്ന, ഈ കൊച്ചു കല്യാണമൊക്കെ കഴിഞ്ഞ് മര്യാദ കുടുംബത്തൊക്കെ താമസിക്കുന്നു. 2 എണ്ണം കെട്ടുപ്രായം കഴിഞ്ഞിട്ട് വീടിന്റെ ഉത്തരവും പൊളിച്ച് നിൽക്കുക. എന്നിട്ട് ഒരെണ്ണം പട്ടിയായിട്ട് കിടക്കണം, ഒരെണ്ണം കണ്ണു കുട്ടികളായിട്ട് നടക്കണം. മര്യാദക്ക് ദൈവത്തെ ഓർത്ത് കാണികളിൽ ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ നല്ലൊരു ചെറുക്കന്മാരെ കണ്ടുപിടിച്ച് നിങ്ങൾ വല്ല ലണ്ടനിലേക്ക് അമേരിക്കയിലേക്ക് വിട്ടാലാണ് നമ്മൾ ഇനി പുതിയ ആങ്കേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. മടുത്തിവരെ കൊണ്ട്